ഇനി നിയമസഭയിലേക്കാണ്. ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളുടെ കണക്ക് പറഞ്ഞ് നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. KPCC പ്രളയ ദുരിതാശ്വാസമായി എത്ര വീട് നിർമ്മിച്ചു നൽകിയെന്ന് തദ്ദേശ മന്ത്രി MP രാജേഷ് ചോദിച്ചു. ജില്ല തിരിച്ചുള്ള കണക്ക് മന്ത്രിക്ക് എഴുതി നൽകാമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറുപടി നൽകി. ലൈഫ് മിഷന്റെ രണ്ടാം ഘട്ടം അമ്പെ പരാജയമാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. സമാനതകളില്ലാത്ത നേട്ടമാണ് ലൈഫ് പദ്ധതിയിലൂടെ സംസ്ഥാനത്തിന് നേടാൻ കഴിഞ്ഞതെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 61,761 പേരാണ് ലൈഫ് വീടുകളിൽ താമസം ആരംഭിച്ചത്. 3,23,000 വീടുകൾ ഇതുവരെ പൂർത്തീകരിച്ചുവെന്നും മന്ത്രി അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകി. 9 ലക്ഷം പേർ അപേക്ഷിച്ചതിൽ നിന്ന് വെറും 12,000 പേരുമായി മാത്രമാണ് സർക്കാർ കരാർ ഒപ്പിട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ 2020 അപേക്ഷ ക്ഷണിച്ച് 2022 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിൽ ഇതുവരെ ആകെ ചെയ്തിരിക്കുന്നത് നിലവിൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള 12,845 ഗുണഭോക്താക്കൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആകെ 2020 തുടങ്ങിയ ഒരു പ്രോസസ് രണ്ടാം ഘട്ടത്തിൽ മന്ത്രി എഴുതി തന്ന ഉത്തരവാണ്. അതായത് എന്നിട്ട് രണ്ടാം ഘട്ടത്തിൽ 200 വീട് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ ആകെ 3 കൊല്ലം കൊണ്ട് ചെയ്തിരിക്കുന്നത് 3 കൊല്ലം കൊണ്ട് ലൈഫ് മിഷനിലെ പുരോഗതിയാണ്. 3 വർഷം കൊണ്ട് സ്ഥാപനങ്ങൾക്ക് മേൽ അധിക സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുകയും ലൈഫ് ഉപഭോക്താക്കളെ കണ്ടെത്താനുള്ള അവകാശം അവരിൽ നിന്ന് കവരുകയും ചെയ്യുകയാണെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ PK ബഷീർ ആരോപിച്ചു. തെറ്റിദ്ധാരണ പരത്തുകയും പുകമറ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് പ്രതിപക്ഷമെന്ന് മന്ത്രി MP രാജേഷിന്റെ മറുപടി. പ്രളയസമയത്ത് 1000 വീട് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞ കോൺഗ്രസ് ഇതുവരെ 46 വീടുകൾ മാത്രമാണ് പൂർത്തിയാക്കിയതെന്നും കണക്കുകൾ പുറത്തുവിടാൻ കോൺഗ്രസ് തയ്യാറാണോ എന്ന് മന്ത്രിയുടെ വെല്ലുവിളി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കൂടെ ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് പ്രസംഗം നടത്തുമല്ലോ. എത്ര വീട് നിർമ്മിച്ചു എന്ന് അദ്ദേഹത്തിന് പറയാം. ഞാൻ ബഹുമാന്യരായിട്ടുള്ള കോൺഗ്രസ് MLA-മാരെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ നിർമ്മിച്ച 1000 വീടുകൾ ഏതെല്ലാം ഗുണഭോക്താക്കൾക്കാണ് കൊടുത്തത് എന്ന പട്ടിക പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ? മതിയല്ലോ, നമ്മൾ തമ്മിൽ തർക്കത്തിന്റെ ആവശ്യമില്ല. ഇതിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. അങ്ങേപോലെ ഒരാൾ ഇവിടെ വന്നിട്ടൊരു പാർട്ടിയെ ഇതുപോലെ അധിക്ഷേപിക്കരുതായിരുന്നു. ഞാനത് പ്രതീക്ഷിച്ചില്ല, ചെയ്യരുതായിരുന്നു. വളരെ അങ്ങേപോലുള്ള ഒരാൾ മന്ത്രിമാരും മറുപടി പറയുമ്പോൾ കുറെ കൂടി നന്നായിട്ട് പറയണം. അങ്ങ് സാധാരണ ഞാൻ പോരാളി ഷാജിയെ പോലെ മന്ത്രി രാജേഷ് തരംതാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ പറയരുതായിരുന്നു. കണക്ക് വെച്ച് ഞങ്ങൾ മറുപടി പറയും. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.